സത്യത്തിൽ ഞാൻ ഈ ലോകത്ത് വരുന്നത്, ജനിക്കുന്നത് രണ്ട് കണ്ണിനും കാഴ്ചയുള്ള ഒരു വ്യക്തിയായിട്ട് കൃപയാൽ ഈ ലോകത്ത് വരുവാൻ എൻ്റെ ജീവിതം എൻ്റെ കർത്താവ് എനിക്ക് അതിനുള്ള നല്ല അവസരം തന്നു. ഈ ലോകത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം എന്തെന്ന് ചോദിച്ചാൽ ഞാൻ പറയും, നമ്മുടെ ആവശ്യങ്ങൾ അത് ചെറുതായിക്കോട്ടെ വലുതായിക്കോട്ടെ വേറൊരാളെ ആശ്രയിക്കാതെ നമുക്ക് ചെയ്യാൻ കഴിയുന്നതാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം. എന്നാൽ ആ ഭാഗ്യം എൻ്റെ ജീവിതത്തിൻ്റെ അകത്ത് 8 വയസ്സ് വരെ മാത്രമേ നിലനിന്നുള്ളൂ. മറ്റുള്ളവരെ ആശ്രിത ജീവിതമാണ് ഇപ്പോൾ ഞാൻ നയിച്ചുകൊണ്ടിരിക്കണേ. എൻ്റെ 3ാം ക്ലാസ്സിലെ പഠിത്തം കഴിഞ്ഞ് 4ാം ക്ലാസ്സിലേക്ക് പ്രവേശിക്കാൻ കാത്തിരിക്കുമ്പോൾ ഏപ്രിൽ മെയ് സമയത്ത് ഞങ്ങളുടെ ജീവിതത്തിൽ വല്ലാത്തൊരു ദുരന്തം, ഞങ്ങളുടെ കുടുംബത്തിൻ്റെ അകത്ത് വല്ലാത്തൊരു വേദന ഞങ്ങളുടെ ലൈഫിൻ്റെ അകത്ത് കടന്നു വന്നു. വെക്കേഷൻ സമയത്ത് എൻ്റെ 2 കണ്ണിൽ ചുവപ്പ് വരികയും കണ്ണിൽ നിന്ന് കണ്ണുനീര് വരികയും തല അനക്കാൻ കഴിയാതെ വല്ലാതെ ഭാരപ്പെട്ടിരിക്കുമ്പോൾ അന്ന് മുതിർന്നവർ പറഞ്ഞ് പേടിക്കാനൊന്നുമില്ല, ഇത് ചൂട് സമയത്ത് ഉണ്ടാകുന്നതാണ്. പക്ഷേ 1-2 ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ എൻ്റെ സ്ഥിതി വല്ലാതെ വഷളാകാൻ തുടങ്ങി, എൻ്റെ ലൈഫ് വല്ലാതെ വഷളാകാൻ തുടങ്ങി. അങ്ങനെ എന്നെ തിരിച്ചറിയാൻ തിരുവനന്തപുരം കണ്ണാശുപത്രിയിലേക്ക് എന്നെ കൊണ്ടുപോയി. വിദഗ്ധമായ ചികിത്സകളെല്ലാം എനിക്ക് വേണ്ടി തുടങ്ങി. ഒത്തിരി ട്രീറ്റ്മെൻറ്റുകൾ, ഒത്തിരി സ്കാനുകൾ എനിക്ക് വേണ്ടി അവർ ചെയ്യുകയുണ്ടായി. ഫൈനലി അവരൊരു റിപ്പോർട്ട് പറഞ്ഞത് ഇന്നും എൻ്റെ ഹൃദയത്തിൽ എവിടെയോ മായാത്ത ഒരു മുറിവാണ്. എൻ്റെ ഡോക്ടർ എൻ്റെ രോഗത്തെ കണ്ടുപിടിച്ചു. എൻ്റെ ഡോക്ടർ പറഞ്ഞത് 5 ലക്ഷത്തിൽ ഒരാൾക്ക് വരുന്ന മാരകമായ ക്യാൻസർ രോഗം നിവിൻ്റെ റെറ്റീനയിൽ ബാധിച്ചു കഴിഞ്ഞു. നിവിൻ ഇനി മുന്നോട്ട് ജീവിക്കത്തില്ല. ആകെ നിവിൻ ജീവിക്കത്തുള്ളത് 39 ദിവസം മാത്രമേ നിവിനുള്ളൂ. നിവിൻ മുന്നോട്ട് പോകത്തില്ല. ഇവൻ്റെ കൊണ്ടൊന്നും കഴിയത്തില്ല. അഥവാ ഈ അസുഖത്തെ തരണം ചെയ്താലും മുന്നോട്ട് പഠിക്കാനോ ഓർമ്മശക്തിയോ ഒന്നും കാണത്തില്ല. ഡോക്ടർ ഈ രോഗത്തിൻ്റെ വിവരണങ്ങളാണ് അദ്ദേഹം പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷെ എൻ്റെ കുടുംബത്തിൽ മൂത്ത മകനായതുകൊണ്ട് എൻ്റെ പിതാവിനെ താങ്ങുന്നതിലും അപ്പുറമായിരുന്നു. എൻ്റെ ഈ വാക്കുകൾ കേൾക്കുന്ന എൻ്റെ പിതാവിൻ്റെ മാനസികാവസ്ഥ വല്ലാത്തതായിരുന്നു. ഇന്നും എനിക്ക് ഓർമ്മയുണ്ട്, ആ കണ്ണാശുപത്രിയുടെ വരാതയിൽ ക്യാൻസറിൻ്റെ റിപ്പോർട്ടും എന്നെയും പിടിച്ചു നിൽക്കുന്ന ഒരു പിതാവിൻ്റെ ചിത്രം, നിറകണ്ഠങ്ങളോടെ നിൽക്കുന്ന ഒരു പിതാവിൻ്റെ ചിത്രം വർഷം 23 കഴിഞ്ഞിട്ടും എൻ്റെ ഹൃദയത്തിൽ മായാത്തൊരു ചിത്രമാണ്. ഇന്ന് രാത്രി ഞാൻ പറഞ്ഞോട്ടെ, ഈ കൺവെൻഷനിൽ ഞങ്ങളുടെ ശബ്ദം കേൾക്കുന്ന ദൈവമക്കളോട് ഞാൻ പറഞ്ഞോട്ടെ, ഈ നിവാസികളോട് ഞാൻ പറഞ്ഞോട്ടെ, നമ്മുടെയൊക്കെ ലൈഫിൻ്റെ അകത്ത് പണത്തിന്, ബന്ധത്തിന്, സ്വാധീനങ്ങൾക്ക് ഒന്നും ചെയ്യാൻ കഴിയാത്തൊരു കാലഘട്ടം നമ്മുടെ ലൈഫിൻ്റെ അകത്തുണ്ട്. ആരുണ്ടെങ്കിലും എത്ര പൈസ ഉണ്ടെങ്കിലും ചിലയിടത്ത് നമ്മൾ പരാജയപ്പെട്ടു പോകുന്ന അവസരങ്ങൾ നമ്മുടെ ലൈഫിൻ്റെ അകത്ത് വരും. എൻ്റെ ലൈഫിൻ്റെ അകത്ത് വന്നത് അത് 8ാം വയസ്സിലാണ്. പൈസയ്ക്കൊന്നും ചെയ്യാൻ കഴിയില്ല, ബന്ധങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല, സ്വാധീനങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയാതെ ഇനി മരണം മാത്രമേ മുമ്പിലുള്ളൂ. ഇനി മുന്നോട്ടൊരു പ്രതീക്ഷയില്ല. എൻ്റെ ഡോക്ടർ പറഞ്ഞു ഇതിനുള്ള ചികിത്സയില്ല, ഇതിനുള്ള മെഡിസിൻ ഇല്ല, ഇവനെ കൊണ്ടുപോയിക്കൊള്ളൂ. അവൻ ആവശ്യമുള്ള ടോയ്സ്, ആവശ്യമുള്ളതെല്ലാം അവൻ ചെയ്തു കൊടുക്കൂ, മരിച്ചു പോകുമെന്ന് പറഞ്ഞ് തിരുവനന്തപുരം കണ്ണാശുപത്രി എൻ്റെ ഫയൽ ക്ലോസ് ചെയ്തപ്പോൾ നിസ്സഹായനായി നിൽക്കുന്ന ഒരു കുടുംബം, ഒന്നും ചെയ്യാൻ കഴിയാതെ വല്ലാതെ പരാജയപ്പെട്ട് ഇനി മരണത്തെ സ്വീകരിക്കാം എന്ന് ചിന്തിച്ചുകൊണ്ട് ഞങ്ങളുടെ പാസ്റ്ററിനോട് കൈമാറി. പാസ്റ്റർ ഒന്നും മിണ്ടിയില്ല. അവസാനം അദ്ദേഹം ഒരു വാക്ക് പറഞ്ഞു, നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ക്യാൻസറിൻ്റെ റിപ്പോർട്ടും കയ്യിലെടുത്ത് 39 ദിവസം മാത്രം വിധിയുള്ള എന്നെ നോക്കി എൻ്റെ പാസ്റ്റർ പറഞ്ഞു, നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം, നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഈ ശബ്ദം കേൾക്കുന്ന ഈ ദേശത്തോട്, ഞങ്ങളെ ഓൺലൈനിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ദൈവമക്കളോട്, ദേശത്തോട് ഞാൻ ആത്മാവിൽ പറയാം, മരുന്നിന് ചെയ്യാൻ കഴിയാത്തത് എൻ്റെ യേശുവിന് ചെയ്യാൻ കഴിയും. മരുന്ന് പരാജയപ്പെട്ടെടുത്ത് എൻ്റെ യേശുവിന് ചെയ്യാൻ കഴിയും. 39 ദിവസം കൊണ്ട് തീരുമെന്ന് പറഞ്ഞ എൻ്റെ ജീവിതത്തെ 2025 ഡിസംബർ മാസം 6-ാം തീയതി വൈകിട്ട് വട്ടവേളയിൽ ഒരു കൺവെൻഷനിൽ നിർത്തിയ ഒരു ദൈവം ഉണ്ടെങ്കിൽ ഇന്ന് രാത്രി ഞാൻ സന്തോഷത്തോടെ പറയുന്നു, 8ാം വയസ്സിൽ മണ്ണിന് വളമാകേണ്ട എന്നെ ഇത്രത്തോളം നിർത്തിയത് എൻ്റെ പപ്പ മമ്മി തന്ന ആഹാരത്തിൻ്റെ ബലമല്ല, എനിക്ക് കിട്ടി ഞാൻ കഴിച്ച പ്രോട്ടീൻ ഫുഡല്ല, പകരം എൻ്റെ മേൽ പകർന്ന നിയോഗമാണ്. ഈ ശബ്ദം കേൾക്കുന്ന ആരോടെങ്കിലും പരിശുദ്ധാത്മ പറയുന്നു, ഈ നാളുകൾ ഒരു ദൈവ ശബ്ദം പറഞ്ഞോട്ടെ, ജീവിതം വല്ലാതെ ഭാരപ്പെട്ടപ്പോൾ ഇനി മരണം മാത്രമേ മുമ്പിലുള്ളെന്ന് പറഞ്ഞു നിൽക്കുമ്പോൾ ഇന്ന് രാത്രികാലം ഞാൻ പറഞ്ഞോട്ടെ, ഇനി എന്താ ചെയ്യുക? എന്നെ മരണ വീട് പോലെ ആയി. എൻ്റെ ബന്ധുക്കൾ, ചർച്ചക്കാർ എല്ലാവരും വന്ന്
എന്നെ സഹതാപത്തോടെ നോക്കുന്നത് എനിക്ക് ഇന്നും ആ മങ്ങിയ വെളിച്ചത്തിൽ ഓർമ്മയുണ്ട്. അന്നറിയത്തില്ല എന്തിനാ അവനിങ്ങനെ കരഞ്ഞോണ്ട് എന്നെ നോക്കിയത്, ഇന്നറിയാം എന്തിനാണ് അവരങ്ങനെ എന്നെ നോക്കിയത്. എന്നെ നിങ്ങൾ വിശ്വസിക്കുന്ന അറിയില്ല, ഏതാണ്ട് 69 ദിവസം എൻ്റെ മേൽ പ്രാർത്ഥന നടത്തി, എൻ്റെ വീട്ടിൽ പ്രാർത്ഥന നടത്തി. ആ പ്രാർത്ഥനയ്ക്കകത്ത് ദൈവഹിതം നിറവേറണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. എന്നെ ഒരു ശവത്തെ കിടത്തുന്നത് പോലെ കിടത്തി എൻ്റെ തല മുതൽ പാദം വരെ കണ്ണുനീരൊഴുക്കി എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ 1-2 ദൈവ ശബ്ദങ്ങൾ എൻ്റെ തലയ്ക്ക് മേൽ വീഴാൻ തുടങ്ങി. ദൈവഹിതം നിറവേറണമേ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ചില പ്രവചന ശബ്ദങ്ങൾ കർത്താവ് എനിക്ക് വേണ്ടി മാറ്റിവെച്ചു. അതിൽ ഒന്നാമത്തെ പ്രവചന ശബ്ദം, നീവൻ രാജ്യങ്ങളിൽ സഞ്ചരിച്ച് എൻ്റെ കർത്താവിനെ ഉയർത്തും, പട്ടണങ്ങൾ ചെന്ന് കർത്താവിനെ ഉയർത്തും, ഇവന് ദീർഘായുസ് ഉണ്ടാകും. റിപ്പോർട്ട് പറഞ്ഞു 39 ദിവസം കഴിയുമ്പോൾ നീവൻ മരിക്കും. ഡോക്ടർ പറഞ്ഞു, വൈദ്യശാസ്ത്രം പറഞ്ഞു, ഇവൻ ഇനി മുന്നോട്ടൊരു പ്രതീക്ഷയില്ല, മുന്നോട്ടൊരു ജീവിതമില്ല. പക്ഷെ എൻ്റെ തലയ്ക്ക് മേൽ വന്ന വാഗ്ദത്തങ്ങൾ പറയുന്നു, ഇവൻ രാജ്യങ്ങളിൽ സഞ്ചരിക്കും, കർത്താവിനെ ഉയർത്തും. ഈ ശബ്ദം കേൾക്കുന്ന പട്ടണത്തോട് ഞാൻ വിളിച്ചു പറയുന്ന ഒരു ദൈവശബ്ദം, റിപ്പോർട്ടുകളല്ല സത്യം, പകരം യേശു പറഞ്ഞ വാഗ്ദത്തമാണ് സത്യം. എന്തുകൊണ്ട് ഈ കൺവെൻഷൻ നടത്തുന്നു എന്ന് ചോദിച്ചാൽ ഈ കൺവെൻഷന്റെ ഒറ്റ ഉദ്ദേശമേ ഉള്ളൂ. പല റിപ്പോർട്ടുകളെ ഇന്ന് രാത്രി എൻ്റെ കർത്താവ് ക്യാൻസൽ ചെയ്തിട്ട്, പല മരണത്തിന്റെ റിപ്പോർട്ടുകളെ കർത്താവ് ക്യാൻസൽ ചെയ്തിട്ട് പകരം ജീവൻ തരുന്ന യേശു, അത്ഭുതം ചെയ്യാൻ കഴിവുള്ള യേശു ഇതിനകത്ത് വന്നിട്ടുണ്ട്. ബ്രദറെ, ഞാൻ പാപിയാണ്, ഞാൻ ഇന്ന മതമാണ്. സാറേ, ഞങ്ങൾ മതം പ്രസംഗിക്കാൻ വന്നവരല്ല, ഞങ്ങൾ മതത്തെ അവഹേളിക്കാൻ വന്നവരല്ല, ഞങ്ങൾ മതത്തെ നിന്ദിക്കാൻ വന്നവരല്ല, ഞങ്ങൾ യേശുവിനെ പറയാൻ വന്നവരാണ്. ഞങ്ങൾ യേശുവിനെ ശുശ്രൂഷിക്കാൻ ഇന്ന് രാത്രി കാലം ഇതിനകത്ത് വന്നിട്ടുണ്ട്. ഈ ശബ്ദം കേൾക്കുന്ന ബ്രദർ, ഈ ശബ്ദം കേൾക്കുന്ന സഭ കുടുംബമേ, സകലത് പരാജയപ്പെട്ടു ബ്രദറെ. എൻ്റെ ലൈഫിൽ സകലത് തീർന്നു, ഇനി ആത്മഹത്യ അല്ലാതെ എൻ്റെ ജീവിതത്തിനകത്തില്ല. ഈ രാത്രിയുടെ കൺവെൻഷനിൽ പരിശുദ്ധാത്മ പറയുന്ന ഒരു ദൈവ ശബ്ദം, ഒന്നും കൂടെ വെയിറ്റ്, ഒന്നും കൂടെ വെയിറ്റ്. നിങ്ങളുടെ ജീവിതത്തെ മാറ്റാൻ എൻ്റെ ദൈവത്തിന് കഴിയും. 39 ദിവസം വിധി എഴുതി എന്നെ 32ാമത്തെ വയസ്സ് കാണിച്ച ഒരു ദൈവമുണ്ടെങ്കിൽ ആ ഉറപ്പിൽ നിന്നുകൊണ്ട് ഞാൻ പറയാ, യേശു ഇന്ന് രാത്രി ഇതിനകത്ത് വന്നിട്ടുണ്ട്. സൗഖ്യമാക്കാൻ എൻ്റെ കർത്താവ് ഇതിനകത്ത് വന്നിട്ടുണ്ട്. എത്ര മരണകരമായ വേദനയിലൂടെ കടന്നുപോയാലും, എത്ര പരാജയത്തിലൂടെ നിങ്ങൾ കടന്നുപോയാലും, ഞങ്ങൾ വിശ്വസിക്കുന്നു യേശുവിന് നിങ്ങളുടെ ലൈഫിനെ മാറ്റാൻ കഴിയും. സത്യമായി എൻ്റെ ലൈഫിൽ കാഴ്ചയില്ല, എൻ്റെ ലൈഫിൽ എനിക്ക് സങ്കടമുണ്ട്, എനിക്ക് ഭാര്യയുണ്ട്, അമ്മയുണ്ട്, സഹോദരങ്ങളുണ്ട്, കൂടപ്പറപ്പുകളുണ്ട്, സഭയുണ്ട്. ഇവരൊന്നും കാണാൻ പറ്റാത്തതിൽ സങ്കടമുണ്ട്. പക്ഷേ എനിക്കൊരു പ്രത്യാശയുണ്ട്. അതൊന്നുമല്ല വിഷയം, എൻ്റെ കൂടെ യേശു ഉണ്ട്. മിണ്ടിയില്ല ചർച്ച, എൻ്റെ കൂടെ ആമേൻ പറഞ്ഞില്ല. അതൊന്നുമല്ല വിഷയം, എൻ്റെ കൂടെ യേശു ഉണ്ട്. എനിക്ക് തോന്നി, നിരാശ തോന്നി, പലപ്പോഴും വേദനകൾ തോന്നി, അവിടെ എല്ലാം പിടിച്ചു നിർത്തിയത് യേശുവിൻ്റെ കരമാണ്. യേശുവാണ് എന്നെ പിടിച്ചു നിർത്തിയത്. ആ ക്രൂശിലെ സ്നേഹമാണ് പിടിച്ചു നിർത്തിയത്. കഴിഞ്ഞ ദിവസങ്ങളിൽ നിങ്ങൾ യൂട്യൂബിലോ ഇൻസ്റ്റയിലോ വാട്സാപ്പിലോ ഞാൻ പാടിയ പാട്ടുകൾ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കാം. ഒരു തരി പോലും കുറയില്ല അപ്പയോടുള്ള സ്നേഹം. പാസ്റ്റർ രാജേഷ് ഏലപ്പാറ എഴുതിയ ഒരു ഗാനമാണ്. അദ്ദേഹമാണ് എഴുതിയെങ്കിലും എൻ്റെ ലൈഫിൽ അത് ഒരുപാട് പ്രയോജനം ചെയ്തു. മണ്ണിന് വളമാകേണ്ട എന്നെ ജീവനോടെ നിർത്തിയപ്പോൾ ഞാൻ അറിയാതെ എൻ്റെ പ്രാർത്ഥന മുറിയിൽ, എൻ്റെ വേദികൾ ഞാൻ പാടിപ്പോയതാണ്. ഒരു തരി പോലും കുറയില്ല നിന്നോടുള്ള സ്നേഹം, എന്നുയിരേക്കാളരികിൽ നീ എന്നുമെന്നും വേണം. ഒരീമ പോലും അടയാതെ എന്നെ നോക്കിയിടുന്ന യേശു അപ്പയാണ് എപ്പോഴും എൻ പ്രിയ തോഴൻ ആയി. ഇന്നൊരുപാട് പേര് എൻ്റെ ശബ്ദം നന്നായിട്ടുണ്ട്, നിവിൻ്റെ ശബ്ദത്തിൽ ദൈവ സാന്നിധ്യമൊക്കെ ഉണ്ടെന്നൊക്കെ പറയുമ്പോൾ ഞാൻ ഓടി എൻ്റെ പ്രാർത്ഥന മുറി ചെല്ലും. അറിയാതെ എൻ്റെ കണ്ണുകൾ നിറയും. ഈ മൈക്കൊന്നിങ്ങനെ പിടിക്കാൻ കൊതിച്ച നാളുകൾ എൻ്റെ ജീവിതത്തിൻ്റെ അകത്തുണ്ടായിരുന്നു. ഞാൻ മൂക്ക് വെച്ച് സംസാരിച്ചുകൊണ്ടിരുന്ന ആളാണ്. എൻ്റെ ഇവിടെ അമ്മമാരാണ് കൂടുതലിരിക്കുന്നത്, അവർക്ക് മനസ്സിലാവും. ഞാൻ ജനിച്ചപ്പോൾ എനിക്ക് മിൽക്ക് കുടിക്കാൻ കഴിയാതെ എൻ്റെ മമ്മിയും ഫീഡിങ് ബോട്ടിൽ വലിയ ഹാളിട്ടിട്ടാണ് എന്നെ വളർത്തിയത്. പക്ഷേ ആ വേദന ഞാൻ അറിഞ്ഞത് എൻ്റെ സ്കൂൾ കാലഘട്ടത്തിലാണ്. കാര്യം അവരോട് സംസാരിക്കുമ്പോൾ അവർക്കൊരു കുഴപ്പമില്ല, പക്ഷെ അവരെൻ്റെ കുഴപ്പം
കുഴപ്പത്തിലേക്ക് വരും, എൻ്റെ അതേ ശബ്ദത്തിലേക്ക് വരും. അവർക്ക് അതൊരു തമാശയായിരുന്നു. പക്ഷെ കേൾവിക്കാരൻ അത് എത്രത്തോളം ദുഃഖമുണ്ടാക്കിയെന്ന്, ഒരു കേൾവിക്കാരൻ എത്രത്തോളം സങ്കടം ഉണ്ടാക്കിയെന്ന് അവർക്കറിയത്തില്ല. എൻ്റെ ചർച്ചിൻ്റെ മീറ്റിംഗ് എല്ലാം കഴിഞ്ഞ് ചർച്ചിൻ്റെ മൈക്ക് എടുത്തുകൊണ്ട് പോകുമ്പോൾ ആ സ്റ്റാൻഡിൻ്റെ അടുത്ത് നിന്ന് പാടിയ ഒരാളാണ് ഞാൻ. അക്ഷരസ്ഫുടതയില്ലാതെ പാടിക്കൊണ്ട് നടന്ന് എന്നെ എല്ലാവരും കളിയാക്കി. പക്ഷെ അന്നും എൻ്റെ തലയ്ക്ക് മേൽ വീഴുന്ന വാഗ്ദത്തങ്ങൾ നിവിൻ ദൈവരാജ്യത്തിൽ പ്രയോജനം ചെയ്യും, ഇവൻ്റെ ശബ്ദം കർത്താവിന് വേണ്ടി ഉപയോഗിക്കപ്പെടും എന്ന് പറയുമ്പോൾ ഈ വാഗ്ദത്തവും എൻ്റെ ശബ്ദവും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. ഈ പറഞ്ഞ വാഗ്ദത്തങ്ങളും ഈ ശബ്ദവും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. പക്ഷെ ഞാൻ ആത്മാവിൽ പറഞ്ഞോട്ടെ, 14 വയസ്സിൽ എൻ്റെ തൊണ്ടയ്ക്ക് ഓപ്പറേഷൻ നടത്തി. 80,000 രൂപയുടെ ഓപ്പറേഷൻ, 1 രൂപ പോലും ചെലവാക്കാതെ എൻ്റെ ശബ്ദത്തെ തുറന്നു തന്നെങ്കിൽ ഞാൻ വീണ്ടും അടിവരവിട്ട് പറയുന്നു, റിപ്പോർട്ട് അല്ല സത്യം, താങ്കളുടെ മേൽ പകർന്ന വാഗ്ദത്തമാണ് സത്യം. ദൈവം എന്തെങ്കിലും നിങ്ങളുടെ മേൽ ഇട്ടിട്ടുണ്ടെങ്കിൽ, ദൈവം എന്തെങ്കിലും നിങ്ങളെ പറ്റി ഒരു പദ്ധതി ഇട്ടിട്ടുണ്ടെങ്കിൽ, ലോകം മുഴുവൻ എതിരായി നിന്നാലും, എന്തൊക്കെ എതിരായി നിന്നാലും ആ നന്മ അനുഭവിക്കാതെ മരണത്തിന് കൊണ്ടുപോകാൻ കഴിയത്തില്ല. ആ വിടുതൽ അനുഭവിക്കാതെ നമുക്ക് എന്തേ താങ്കൾ ഇങ്ങനെ യേശുവിനെ ഉയർത്തുന്നു? താങ്കൾ എന്താ യേശുവിനെ ഉയർത്തുന്നു? യേശു ആരാ എന്ന് എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും, സാർ, ലോകത്ത് ഒത്തിരി ദൈവങ്ങളുണ്ട്, ഒത്തിരി ദൈവങ്ങളുണ്ട്. പക്ഷെ എൻ്റെ യേശുവിന്റെ പ്രത്യേകത എന്നറിയാമോ? ഒത്തിരി ദൈവങ്ങൾ ഉള്ളപ്പോൾ തന്നെ എൻ്റെ ദൈവത്തിന്റെ പ്രത്യേകത, എനിക്ക് അപ്പാന്ന് വിളിക്കാൻ ഒരൊറ്റ ആളെ ഉള്ളൂ. അത് ഞങ്ങൾ വിശ്വസിക്കുന്ന യേശു കർത്താവാണ്. ലോകത്തിൽ എല്ലാ ദൈവങ്ങളുണ്ടെങ്കിൽ അവർ ദൈവമായി ഒതുങ്ങുമ്പോൾ ഒരാൾ മാത്രം ദൈവമായിട്ട് മാത്രമല്ല അപ്പനായിട്ടുണ്ട്. അതാണ് ഞങ്ങൾ വിശ്വസിക്കുന്ന നസ്രായനായ യേശു കർത്താവ്. ആ യേശു കർത്താവ് ഇന്ന് ഇതിന്റെ അകത്ത് വന്നിട്ടുണ്ട്. അപ്പാന്ന് വിളിക്കാൻ എത്ര പേർക്ക് കഴിയുന്നുണ്ട്? യേശു അപ്പാന്ന് വിളിക്കാൻ ഇന്ന് രാത്രി താങ്കൾ വിളിക്കുമ്പോൾ യേശു കർത്താവ് അടുത്ത് വരും. നമ്മൾ ഒരുമിച്ച് ആ ഗാനം ഒന്ന് പാടി കർത്താവിനെ ഒന്നുകൂടെ മഹത്വപ്പെടുത്താൻ പോകുക. ഹല്ലേലൂയ. ഒരു തരി പോലും കുറയില്ല നിന്നോടുള്ള സ്നേഹം. എന്നുയിരേ കാണരികിൽ നീ എന്നുമെന്നും വേണം. ഒരു തരി പോലും കുറയില്ല നിന്നോടുള്ള സ്നേഹം. എന്നുയിരേ കളരികിൽ നീ എന്നുമെന്നും വേണം. ഒരു ഇമ പോലും അടയാതെ എന്നെ നോക്കിയിടുന്ന യേശു അപ്പയാണ് എപ്പോഴും എൻ പ്രിയ തോഴൻ ആയി. ഞങ്ങളുടെ കൂടെ ഒന്ന് പാടാൻ കഴിയുമോ? ഒരു ഇമ പോലും അടയാതെ എന്നെ നോക്കിയിടുന്ന യേശു അപ്പയാണ് എപ്പോഴും എൻ പ്രിയ തോഴൻ ആയി. എന്റെ ചങ്കാണേ, എന്റെ ഉയരാണേ, എന്നെ അഴകാണ്, അമൃതാണ് യേശു. ഒരുമിച്ച് പാടാൻ കഴിയുമോ? എന്റെ ചങ്കാണേ, എന്റെ ഉയരാണേ, എന്റെ അഴകാണ്, അമൃതാണ് യേശു. രാവിലും പകലിലും നീ മാത്രമേ, ഉയിരിലും ഉണർവിലും നീ മാത്രമേ. രാവിലും പകലിലും നീ മാത്രമേ, ഉയിരിലും ഉണർവിലും നീ മാത്രമേ. എന്റെ ചങ്കാണേ, എന്റെ ഉയിരാണേ, എന്റെ അഴക
അമൃതാണ് യേശു. ഞങ്ങളുടെ കൂടെ ഒരുമിച്ച് പറയട്ടെ. ഒരു തരി പോലും കുറയില്ല നിന്നോടുള്ള സ്നേഹം, എന്നുയിരേ കാണരികിൽ നീ എന്നും എന്നും വേണം. ഒരിമ പോലും മടയാതെ എന്നെ നോക്കിയിടുന്ന യേശു അപ്പയാണ് എപ്പോഴും എൻ പ്രിയ തോഴനായി. എന്റെ ചങ്കാണേ, എന്റെ ഉയിരാണേ, എന്റെ അഴകാണ്, അമൃതാണ് യേശു. എന്റെ ചങ്കാണേ, എന്റെ ഉയിരാണേ, എന്റെ അഴകാണ്, അമൃതാണ് യേശു. ഇന്ന് രാത്രി ഈ വരികൾ ആരോഗ്യം തൊടുകയാണ്. ചങ്ക് തന്ന സ്നേഹിച്ച കർത്താവ് ഇന്ന് ഇതിൻ്റെ അകത്ത് വന്നിട്ടുണ്ട്. വിശ്വസിക്കാൻ എത്ര പേർക്ക് കഴിയുന്നുണ്ട്? ആ കരങ്ങളെ ചേർത്തടിച്ച് എൻ്റെ കർത്താവിനെന്ന് വാർത്തപ്പെടുത്തിയാട്ടെ. ഈ നാളുകൾ എത്ര പരിമിതിക്കകത്ത് നിങ്ങളെ ഒതുക്കിയാലും അതിനെ പൊട്ടിച്ച് വരാൻ കഴിവുള്ള യേശു ഇതിൻ്റെ അകത്ത് വന്നിട്ടുണ്ട്. നിങ്ങൾ ലിമിറ്റേഷൻ്റെ അകത്താണോ കഴിയുന്നത്? യേശു ഇന്ന് നിങ്ങളുടെ ലൈഫിൻ്റെ അകത്ത് വന്നാൽ നിങ്ങൾ എത്ര പാപത്തിൽ തിടന്നാലും എൻ്റെ യേശു കർത്താവ് ഇതിൻ്റെ അകത്ത് വന്നിട്ടുണ്ട്. അങ്ങനെ അറിയാതെ ഞങ്ങൾ പാടിപ്പോയതാണ്. ഒരു തവണ കൂടെ ഒന്ന് പാടി കർത്താവിനെ ബന്ധപ്പെടുത്തിയിട്ട് ആ കൈകൾ സ്വർഗത്തിലേക്ക് ഉയർത്തിയാണ്. എൻ്റെ ചങ്കാണേ, എൻ്റെ ഉയിരാണേ, എൻ്റെ അഴകാണ്, അമൃതാണ് യേശു. എൻ്റെ ചങ്കാണേ, എൻ്റെ ചങ്കാണേ, എൻ്റെ ഉയിരാണേ, എൻ്റെ അഴകാണ്, അമൃതാണ് യേശു. ആരാധന 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 ആരാധന. ഒരുമിച്ച് പാടിയട്ടെ. ആരാധന. ഇത് പാടുമ്പോൾ തന്നെ ആ ഇരിപ്പിടങ്ങൾ വിട്ട് എഴുന്നേറ്റാണ്. ആരാധന ആരാധന. ഒരുമിച്ച് ആരാധന ആരാധന ആരാധന. ഒരു തവണ കൂടെ പാടിയാണ്. ആരാധന നിങ്ങളുടെ ശബ്ദം കേൾക്കട്ടെ.